ഞങ്ങളുടെ പതിവിൽ വ്യത്യസ്തമായിട്ട് ഓഡിയോ ലോഞ്ചിങ് സെറമണിയിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന മീഡിയ ആണല്ല. ഞാനൊരു മാധ്യമപ്രവർത്തനാണ്. വർഷങ്ങളായിട്ട് പല ചാനലിലൂടെയും ദൂരദർശനം, കൈരളി, ഏഷ്യാനെറ്റൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. 15 വർഷം PR വർക്ക് ചെയ്യുന്നു. ഞാൻ മീഡിയയുടെ വ്യക്താവാണ്. കേരള വിഷൻ ചാനലിന്റെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അപ്പം എനിക്ക് ആ മാധ്യമങ്ങളുടെ പ്രാധാന്യം തെളിച്ചു പറയാം. ഏത് വലിയ പടമായാലും, ബിഗ് ബഡ്ജറ്റ് ആയാലും, ചെറിയ മൂവി ആയാലും, മീഡിയാസ് ഉണ്ടെങ്കിലേ ജനങ്ങളുടെ മുമ്പിൽ എത്തത്തുള്ളൂ. അത് ഏത് പടമായാലും. അപ്പൊ മീഡിയാസിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായ DSP സാറ് വിളിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ മൂവി മാർക്കിന്റെ അഫ്സൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡ് വർക്ക് ചെയ്ത നിസാറിക്ക വന്നിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കൺട്രോളർ സജി. ഓക്കെ, ഏകദേശം എല്ലാവരും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പറഞ്ഞത് മീഡിയാസിന്റെ സാന്നിധ്യം നമ്മൾ വേണം എന്ന് തീരുമാനിച്ചു. അവരാണ് ഇതിന് മുന്നിലേക്ക് എത്തിക്കുന്ന പ്രേക്ഷകർക്ക്. അത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, സാറ്റലൈറ്റ് ചാനൽ ആയിക്കോട്ടെ. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചു ഈ ഓഡിയോ ലോഞ്ച്, ഈ ഭംഗിയാർന്ന പാട്ട് കൈമാറുന്ന മീഡിയയിൽ നിന്ന് ഒരു 2 പ്രതിനിധികൾ വന്ന് CD മേടിക്കണം. അതോടൊപ്പം നമ്മുടെ അലൻ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അലൻ ജോസ് ഇപ്പോഴും ഒരു താരമാണ്. ബിഗ് ബോസിലേക്കൊക്കെ മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ്. എല്ലാ പടത്തിനും റിവ്യൂ പറയുന്ന വ്യക്തിയാണ്. നമ്മുടെ പടത്തിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് അലൻ ജോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് തോന്നുന്നത്. കൂടുതൽ പ്രശസ്തിയാണെന്ന് അങ്ങനെയാണ്. അപ്പം അലൻ ജോസ് ഇവിടെ വന്നിട്ടുണ്ട്. അലൻ ജോസും നമ്മുടെ ഓഡിയോ CD-യുടെ കൈമാറ്റ ചടങ്ങിലേക്ക് വേദിയിരിക്കുവാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ താരം തന്നെയാണ് അതിനെ. അപ്പൊ മീഡിയക്കാരായ വരുന്ന 2-3 പേര് ഒന്ന് വരാവോ? എന്റെ സംവിധായകൻ അത് എപ്പോഴും എടുത്തു പറഞ്ഞ മീഡിയക്കാരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പ്രൊഡ്യൂസർ പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ലൊരു സാക്ഷനാണ്, ഒരു വെറൈറ്റി ആണല്ലോ. കാര്യം നിങ്ങൾ തന്നെയല്ലേ ഈ ന്യൂസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം. ആരാണ് 2 പേര് വരാൻ പറ്റുമോ? ക്യാമറ ആരെങ്കിലും ലഭിച്ചിട്ട് മനു അനുശ്രീ മനു അനുശ്രീ വരൂ. അവരുടെ പേര് പ്രഫുല്ലും ആരും 2 പേരും. അലൻ ജോസ് എത്തിയോ? അപ്പൊ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് 2 പേരുണ്ട്. പിന്നെ കോസ്റ്റ്യൂം, മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കടന്നു വരാൻ കേട്ടോ. നമ്മുടെ ടെക്നീഷ്യൻസ് ആരെങ്കിലും പുറത്ത് നിൽപ്പുണ്ടോ? ഒരു ഭംഗിയാർന്ന ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങളെല്ലാം വേണം. കാസ്റ്റ് ആൻഡ് ക്രൂ വേണം. പാട്ടാകാതെ എല്ലാവരും എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഓഡിയോ പ്രകാശനം നടക്കുകയാണ്. നമ്മുടെ ബാലതാരം കുട്ടിത്താരം അനുഗ്രഹയാണ് CD കൈമാറ്റം നടത്തുന്നത്. അലൻ ജോസും അതോടൊപ്പം മീഡിയയുടെ ശ്രീ ഒരു ക്ലാപ്പൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ അലൻ ജോസ് അതിന്റെ കയ്യിൽ നിന്ന് CD കൈമാറ്റി വായിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരായ സാക്കും അനുശ്രീയുമാണ് കൂടെ ഉള്ളത്. മീഡിയക്കാർക്ക് തന്നെ അത് കൈമാറ്റം നടത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓഡിയോ ലോഞ്ചിനോടനുബന്ധിച്ച് നിർമ്മാതാവ് തന്നെ 2 വാക്ക് സംസാരിച്ചു പടത്തെക്കുറിച്ച്.